അവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്റെ കടയിൽ നിന്ന് കുറെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കളവ് പോയി സാറേ. പിന്നെ ഈ പ്രസാദിന്റെ ലൈബ്രറിയിൽ നിന്നേ ആട് ജീവിതം, ഖസാക്കിന്റെ ഇതിഹാസം, മതിലുകള്, പിന്നെ കുറെ പുസ്തകങ്ങള് ഒക്കെ കളവ് പോയി സാർ. എന്റെ ബലമായ സംശയം ഈ അടിച്ചോണ്ട് പോയവൻ ഒരു ബുദ്ധിജീവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വായനക്കാരനായിരിക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ പുസ്തകമൊക്കെ അടിച്ചോണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അതിരിക്കട്ടെ, നിന്റെ കടയിൽ നിന്ന് ഒരു 10-15 മുത്തുമാലയല്ലേ പോയിട്ടുള്ളൂ, അല്ലയോടാ? അതെങ്ങനെയാടാ വിലപിടിപ്പുള്ള സാധനമാകുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, കണ്ടുപിടിക്കാനൊരു വഴിയുണ്ട്. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്നൊരു ബോർഡ് വെക്കുക. ഞങ്ങളോ? നിങ്ങളല്ല, മോഷ്ടിക്കാൻ വരുന്നവർ. അവർ CCTV നിരീക്ഷണത്തിലാണെന്നൊരു ബോർഡ് വെക്കുക. അപ്പൊ ക്യാമറ ഒക്കെ മേടിക്കണ്ടേ? വേണ്ട, മോഷ്ടിക്കാൻ വരുന്നവന്മാര് കൊണ്ടുവരും. എണീറ്റ് പോടായിരുന്നു. ഞാൻ പറയുന്ന കേട്ടാ മതി. കൂടുതൽ ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. എടാ, ക്യാമറയൊന്നും വേണ്ട, വെറുതെ ഒരു ബോർഡ് വെച്ചാൽ മതി. ഈ മോഷ്ടിക്കാൻ വരുന്നവർ ഈ ബോർഡ് കണ്ടൊന്നും ഞെട്ടും. തൽക്കാലം ഈ മോഷണം നടക്കാതിരിക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. എങ്ങനുണ്ട്? ബോർഡിന്റെ മറ്റേതൊക്കെ നിർത്തി വീടി മാത്രം ശ്രീധരൻ സാറേ, ഒരു മിനിറ്റ് സാറേ. ഫേസ് പാക്കാ. ദേവി വന്നപ്പോ കടയിൽ സ്റ്റോക്കില്ലായിരുന്നു, പിന്നെ ഞാൻ ടൗണിൽ പോയി മേടിച്ചതാ. മോൾക്ക, നീ ഈ കടയിൽ CCTV ക്യാമറ വെച്ചോ? CCTV ഒന്നും അല്ല സാറേ, ആദ്യത്തെ പറഞ്ഞ ഐഡിയ. മോഷണോ സാറേ? മുടിഞ്ഞ മോഷണം. കണ്ണ് തെറ്റിയ അച്ഛൻ്റെ അവരടിച്ചു മാറ്റും. ഫോട്ടോ ഇനി മോഷ്ടിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്തിനാവും നമ്മളോക്കി പറഞ്ഞ? എന്റെ ഫ്രണ്ടാ, ഞാനേ പോലീസ് പരാജയപ്പെട്ടിരുന്നു. ബോർഡ് വായിച്ചില്ല. അവൻ്റെ ഒരു CCTV. എടാ, നമ്മുടെ മനോഹരൻ ചേട്ടനെ പോയി കണ്ടിരുന്നു ഞാൻ. നമ്മുടെ സണ്ണിച്ചന്റെ TV പ്രോഗ്രാം പോലെ നമുക്കും ഡെയിലി ഈ 2 മണിക്കൂർ വെച്ച് തരാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. എടാ, സണ്ണി മനുണ്ടല്ലോ, വളിമോർമാര്, അവർ പൊട്ടി പാളിസായി തലക്കൂടെ ഷഡ്ഡിട്ട കവലെ കൂടെ നടക്കുന്ന എനിക്ക് നമ്മള് നടത്തിയ പൊളിക്കൂട്ടാ. പൊളിക്കോ? പൊളിച്ചവന്റെ ചെകളഞ്ഞ അടിച്ചു പൊളിക്കും. എന്റെ പൊന്നു വിളക്ക്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നടത്തിയ വേറെ ലെവലായിരിക്കും. അങ്ങനെ. പക്ഷേ അളിയാ, എല്ലാത്തിനും കൂടെ 10-15 രൂപ വേണ്ടി വരും. 10,000 രൂപ? അത് വേണം. ഇവിടെ പെട്രോൾ അടിക്കാൻ 100 രൂപ ഇല്ല. അപ്പോഴവന്റെ 10,000 ഗുണ എന്നിട്ട് പോടാ. അപ്പൊ പിന്നെ എന്റെ പൊന്നളിയ, നാട്ടിലെ സുന്ദരികളായ പെമ്പിള്ളേരൊക്കെ പോണ കാണുമ്പോ പപ്പു പോണടി, ഓമനക്കുട്ടൻ പോണടി, സുന്ദരനായ ഷിജു പോണടി, ഗോവിന്ദ പോണടി, നാരായണി പോണടി, അതൊക്കെ നീയൊക്കെ പോണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടണം. പൊന്നടവേ, അടുത്തവണ എന്തായാലും പറഞ്ഞു. നിർത്ത്. അപ്പൊ 10,000 രൂപ വേണമല്ലേ? നീ എന്താ ഞാൻ സിനിമയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു കളഞ്ഞത്? അതെനിക്ക് അന്ന് സമയമില്ലായിരുന്നു, വീട്ടിൽ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ഞാൻ കൊല്ലും. ഞാൻ നാളെ വാങ്ങി തന്ന വള ഇവിടെ പണയം വെച്ചിരിക്കും. ഒരു അടിയാ തരും. എന്നോട് ചോദിച്ചാ എനിക്ക് കുറച്ചുകൂടെ വലിയ വള വാങ്ങിച്ചു തരുമോ? ഇതിലും വലുതോ? 2 ഉറപ്പായി വാങ്ങി തരണം. പിന്നെ പറഞ്ഞതിന്റെ അപ്പുറം ചെയ്യും ഈ വത്സരം. ഇതെന്ത് പറ്റി ഇവിടെ? ഇവിടെ എന്ത് പറ്റി? എന്താടാ? അമ്മാവാ? അമ്മാവൻ എന്റെ അച്ഛൻ. എടാ, എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ? ബ്രോ സ്ക്രൂ. ബ്രോ സ്ക്രൂ അല്ല ബ്രോ, സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? സ്ക്രൂ ഡ്രൈവർ ഒരു കോപ്പുമില്ല. മനുഷ്യനെ ഒറ്റയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പോയേ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച അമ്മാവനല്ല ബ്രോ. ബ്രോ വന്ന് ചോദിച്ചപ്പോ എന്റെ വീട്ടിലെ സ്ക്രൂ ഡ്രൈവർ ഞാനല്ലേ എടുത്തു തന്നത്. നീ ഇവിടെ നിന്നാ മതി, ഞാൻ എടുത്തിട്ട് വരാം. പണി മുടക്കി.
എങ്ങനെയാ അകത്ത് കിടന്ന് സ്ക്രൂ ഡ്രൈവർ. ഇന്നാ എന്റെ സ്ക്രൂ ഡ്രൈവറെ കൊണ്ടുപോ. ഇതിന് ഞാൻ ചോദിച്ചാലും എനിക്ക് തരണ്ട. അല്ല ഇത് പ്ലെയർ അല്ലേ? ഏത് പ്ലെയർ? അല്ല പ്ലെയർ അല്ല, സ്ക്രൂ ഡ്രൈവർ. പ്ലെയറെ കൊണ്ടുപോ. കാല് കാല്. അത് കട്ടന്റെ കാല. എടാ നിനക്ക് തോന്നിയതായിരിക്കും. നിന്റെ പ്രായത്തിൽ ഒന്ന് പോയി എനിക്ക് ചേട്ടൻ നോക്കുന്നു. അപ്പൊ ചേച്ചിയും സ്ക്രൂ ഡ്രൈവർ തപ്പി വന്നതാണല്ലേ? എന്നാ പിന്നെ നാളെ വരാം. അപ്പൊ സ്ഥിരമാണല്ലേ? നല്ല നൈസായിട്ട് അങ്ങോട്ട് വരട്ടിയപ്പോഴേ അമ്മാവൻ പുളിങ്കുരു പോലെ പൈസ ഇങ്ങ് തന്നു. എന്നാലും എന്റെ പൊന്നളിയാ, നമ്മളെത്ര ചെറുപ്പക്കാർ ഫ്രീക്കന്മാരുണ്ടായിട്ട് ആ തൈക്കളവനാണല്ലോ കിട്ടിയത്. കിളവനല്ലേ? ശരിയാടാ. മിക്ക ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ സർലേച്ചി സ്വപ്നത്തിൽ വരും. എന്നിട്ട് ഷിജുമോനെ എന്നൊരു വിളിയാ. അപ്പൊ ലൈറ്റ് ഓണം. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിട്ട് പിന്നെ കിടക്കും. തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമുക്ക് നാളെ എല്ലാവർക്കും കൂടി സർലേച്ചെടുത്ത് പോയാലോ? നമ്മളല്ല നിങ്ങൾ. ഞാൻ വരുന്നില്ലടാ. നാളെ ദേവി അമ്പലത്തിൽ വരുമ്പോ ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്കിഷ്ടം. നീ ഒന്നും പറയുന്നില്ല, അത് പോടാ. അവളെ മുന്നിൽ കാണുമ്പോ എന്തോ ഒരു നെഞ്ചെടുപ്പാ, വല്ലാത്തൊരു നെഞ്ചെടുപ്പ്. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, നെഞ്ചങ്ങ് ഊരി വെച്ച് നീ അങ്ങോട്ട് പോ. എന്നാ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവില്ല. കുറെ കാലം ഇന്ന് പറയും നാളെ പറയും പണ്ടറങ്ങോട്ട്. നീ എന്താ പറയാ? സർലേച്ചെടുത്ത് പോവാല്ലേ? ഉറപ്പായിട്ടും. അളിയാ സെയിം പിഞ്ച് എനിക്കുണ്ട്. നേരിട്ട് ഒരു നെഞ്ചെടുപ്പ്. സാരില്ലടാ, നീ വാ, നമുക്ക് ശരിയാക്കാം. സണ്ണിച്ചിന് എന്താ പെണ്ണ് കെട്ടാത്തെ? ഓ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ വെച്ച്. ഒന്നാമത് എൻ്റെ ഭൗതിക ലെവലിന് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊരു കുഴപ്പം. പിന്നെ ഈ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. എല്ലാം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫുൾ ടൈം. ഡീസൻ്റ് അല്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരാള് കൊണ്ടടാ ഈ നാട്ടില്. ആരാ? ചേച്ചിക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ഇല്ലെന്നേ. ഒന്ന് പോ ചേച്ചി. അതെ ചേച്ചി എന്താ കെട്ടാത്തെ? ഓ എന്റെ സൈസിന് പറ്റി ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആണോ? ആരുണ്ടാരടാ? എടാ ഇതാ മനുവല്ലേ, നോക്കിയേ. മറ്റവനകത്തായിരിക്കും കേട്ടാ. ഇനി എവനെങ്ങാനും അവളെ കേട്ടു. ഇറങ്ങടാ, ഇനി ഞാൻ കയറാം. ഓ ഒന്ന് ഒട്ടങ്ങടാ. കേറിയില്ല. കേറുന്നല്ലേ ഉള്ളൂ. കേറിയാലും ഇറങ്ങിയാലും നീ ഇറങ്ങി. ഇനി ഞാൻ കയറട്ടെ. ഒന്ന് വെച്ചിട്ട് പോടാം. ഫ്രണ്ടാ. ഇവന്മാരെ രണ്ടിനും ഇന്ന് പൊക്കണം. നാട്ടുകാർ മുമ്പിൽ നാണം കെടുത്തോണം തെണ്ടികള്. ലിപ്സ്റ്റിക് ആണ്. ഓ അല്ല, നടക്കൊഴിയൊക്കെ ഉണ്ടല്ലോ. ആരത്? മനു ഓടരുത്. ഓടിക്കോ. ഞാനൊക്കെ പൊട്ടിച്ചടാ. തുറക്കേ. തലയെ കൂടെ ഷഡ് ഇട്ട് കവരെ കൂടെ നടത്തിക്കിടന്ന് ആഗ്രഹിച്ചു വിടും. പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. തുറക്കണോ അതോ ചവിട്ടി തുറക്കണോ? സണ്ണയുടെ വീട്ടിൽ ഇറങ്ങി ഓടിയതാണല്ലേ? നീ അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടണ്ട കേട്ടോ. വീട്ടിൽ ഞാൻ പിടിച്ചേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പിടിച്ചു വെച്ചാ മനുവിനെ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ അവനാണ് അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നത്. എന്താ മനു കാര്യം പറ. സാർ ഏവനാ സാലറി വീട്ടിൽ പോയി? ഞാനെ പിടിച്ചു. അല്ല സാറേ, ഞാൻ അപ്പുറത്തുനിന്ന് വരുമ്പോ സണ്ണയുടെ വീട്ടിൽ നിന്ന്
നാളെ രാവിലെ 11 മണിയാകുമ്പോ നീ സ്റ്റേഷനിലെത്തണം. പറയുന്ന ഞാൻ കേട്ടാ മതി, മനസ്സിലായോ? അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. പപ്പുവിന് പെണ്ണുപിടി എന്നുള്ള ഒരു പേരും ചാർത്തിക്കും. 23 വയസ്സും 23 സപ്ലി. നിനക്ക് വല്ല നേർച്ച ഉണ്ടോടാ? എന്തിനാടാ നീ രാത്രി സർവേയുടെ വീട്ടിൽ പോയത്? ചോദിച്ച കേട്ടില്ലടാ, എന്തിനാന്ന് പറയടാ. ഞാനല്ല, ആ സണ്ണിച്ചനാ അവനെ പൊക്കാൻ പോയതാ. തോന്നിവാസം കാണിച്ചിട്ട് മാന്യന്മാരുടെ പേര് പറയുന്നോടാ. തന്തയ്ക്കും വീട്ടുകാർക്കും പേരുദോഷം കേൾപ്പിക്കാനായിട്ട് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇനി മേലാൽ നിന്നെ ആ പരിസരത്തെങ്ങാണം കണ്ടാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായോടാ? പോടാ പോടാ. ഇതെന്നാ സാറേ? എന്താടാ സാറെന്തിനാ അവിടെ വന്നത്? കുടുംബശ്രീക്കാരുടെ തിരുവാതിര കളി കാണാൻ. എന്നെ ചോദ്യം ചെയ്യുന്നോടാ? നിന്റെ തന്ത ഓർത്താണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇല്ല ചവിട്ട് നിന്റെ പൂക്കളി ഞാൻ വെളിയിലിട്ടാണ്. ഇറങ്ങിപ്പോടാ. എന്നെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു.